കേരളം പോലെ അങ്ങേയറ്റം പരിഷ്കൃതരായിട്ടുള്ള മലയാള ജനസമൂഹം തിങ്ങിവിങ്ങി പാർക്കുന്ന അപാരമായ നിലയിൽ പ്രബുദ്ധമായ അസ്വതന്ത്ര പരമാധികാര സ്വേച്ഛാധിപത്യ സമാധാന സുന്ദര സുഡാത്മകമായ ഒരു മതജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ സമീപനം. സിദ്ധാർത്ഥനെ കൊന്നവർക്ക് ജാമ്യം കിട്ടി. ഈ വാർത്ത കേട്ടുകൊണ്ടാണ് പോങ്ങൻ ജൂൺ മാസ ജീവിതത്തിലേക്ക് കടന്നത്. എന്തായാലും സന്തോഷമായി. നീതി അല്പം പോലും പാഴായി പോയില്ലല്ലോ. സിദ്ധാർത്ഥന് നീതി ലഭിക്കുന്ന നിലയിൽ വിധി വന്നിരുന്നുവെങ്കിൽ അത് നീതിയോട് ചെയ്യുന്ന അനീതിയാകുമായിരുന്നു. അങ്ങനെയാണ് പോങ്ങന്റെ നിരീക്ഷണം. കാരണം നീതിയുടെ കരുതൽ ശേഖരം അപകടകരമായിട്ടുള്ള നിലയിൽ കുറയുന്ന കാലത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ജനപ്പെരുപ്പം കണ്ടമാനം കൂടുകയാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1000-ഓളം ആളുകളാണ് നിലവിൽ പാർക്കുന്നത്. പ്രജനന പ്രവർത്തന രംഗത്ത് കർമ്മകുശലതയോടുകൂടി വിയർക്കുന്ന അധ്വാനികൾ കണ്ടമാനം ഉള്ള മണ്ണാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ചതുരശ്ര കിലോമീറ്ററിനെ ശ്വാസം മുട്ടിക്കുന്ന നിലയിൽ ഇനിയും ആളുകൾ ഇവിടേക്ക് പെറ്റുവരും. എല്ലാവർക്കും തൊട്ടുനക്കാനുള്ള നീതിയെങ്കിലും വിതരണം ചെയ്യാനുള്ള ബാധ്യത ന്യായമായും നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾക്കുണ്ടല്ലോ, അല്ലേ? അങ്ങനെയുള്ളപ്പോൾ വളരെ ശ്രദ്ധയോടെ അല്പം പോലും പാഴാകാത്ത വിധം വേണം നീതി വിളമ്പേണ്ടത്. സിദ്ധാർത്ഥന് അനുകൂലമാകുന്ന നിലയിൽ നീതി വിളമ്പിയിരുന്നുവെങ്കിൽ തീർച്ചയായും അത് പാഴായി പോകുമായിരുന്നു. കാരണം ഇഹലോകത്തെ നീതി പരേതർക്ക് ആവശ്യമില്ല, ലഭിച്ചാലും അവർക്ക് ഉപകരിക്കുകയുമില്ല. ഈ പുരുഷന് നൽകുന്ന കോപ്പർ ടീ പോലെയാണ് പരേതർക്ക് നൽകുന്ന നീതി. നിലവിൽ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടവനാണ്. അധികാരികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തവൻ. എങ്ങനെ ഇല്ലാതായാലും അതുകൊണ്ട് തന്നെ ഇഹലോകവാസികളുടെ നീതിയും അനീതിയും ഒന്നും സിദ്ധാർത്ഥനെ ബാധിക്കില്ല. നീതി വേണ്ടത് ജീവനുള്ള മനുഷ്യർക്കാണ്. അത് മനസ്സിലാക്കാതെ മരിച്ച മകന് നീതി വേണമെന്ന് വാശി പിടിക്കുന്ന സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ മാതൃകാപരമായി ശിക്ഷിക്കുകയാണ് വേണ്ടത്. ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അളവ് നീതി അർഹമായ നിലയിൽ മനുഷ്യജന്മങ്ങൾക്ക് വിതരണം ചെയ്യുന്ന മഹത് ജീവിതങ്ങളുടെ ഉടമകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ന്യായത്തിന്റെ അധിപന്മാർ. അവരെ സ്വന്തം മനോദുഃഖം കാട്ടി സ്വാധീനിക്കാൻ നടത്തുന്ന ശ്രമമാണ് കൊല്ലപ്പെട്ട മകന് നീതി വേണമെന്ന സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ ആവശ്യം. മരിച്ചാലും മായാത്ത സ്നേഹം മാതാപിതാക്കൾക്ക് മക്കളോടുണ്ടാവുക വളരെ സ്വാഭാവികമാണ് എന്ന് കരുതി ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് നൽകേണ്ടതായിട്ടുള്ള നീതി കൊല്ലപ്പെട്ട മകന് നൽകണമെന്ന ആവശ്യം സാമൂഹ്യ വിരുദ്ധതയുടെ ലക്ഷണമാണ്. സമൂഹത്തോട് പ്രതിബദ്ധത ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. കേരളം പോലെ അങ്ങേയറ്റം പരിഷ്കൃതരായിട്ടുള്ള മലയാള ജനസമൂഹം തിങ്ങി വിങ്ങി പാർക്കുന്ന അപാരമായിട്ടുള്ള നിലയിൽ പ്രബുദ്ധമായ അസ്വതന്ത്ര പരമാധികാര സ്വേച്ഛാധിപത്യ സമാധാന സുന്ദര സുഡാത്മകമായിട്ടുള്ള ഒരു മതജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ സമീപനം. ഏറെ ബഹുമാന്യരും മാതൃകാ പുരുഷോത്തമന്മാരുമായിട്ടുള്ള നമ്മുടെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു, അല്ലെങ്കിൽ നീതി ലഭിച്ചു എന്ന വാർത്തയോട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നടത്തിയിട്ടുള്ള പ്രതികരണം കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത്. അതായത് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ മരിച്ചപ്പോഴുണ്ടായിട്ടുള്ള അതേ വേദന തന്നെയാണ് അനുഭവിച്ചതെന്ന പ്രസ്താവന സാമൂഹ്യബോധവും പരിഷ്കൃത ബുദ്ധിയുമുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അതുമാത്രവുമല്ല, കേസിലെ പ്രതികൾ പുറത്തിറങ്ങേണ്ടവരല്ല എന്ന പ്രസ്താവനയും അവർ നടത്തിക്കളഞ്ഞു. അതുകൊണ്ടും അവർ നിർത്തിയില്ല. CBIക്ക് കൈമാറേണ്ട കേസ് സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചു. SFI നേതാക്കളാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിൽ. കീഴടങ്ങാൻ പ്രതികളെ സഹായിച്ചത് CPM നേതാവാണ്. പ്രതികൾക്ക് എതിരായിട്ടുള്ള തെളിവുകൾ നശിപ്പിച്ചത് ആഭ്യന്തര വകുപ്പാണ്. അതിനാൽ മതിയായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് ലഭിച്ചില്ല. ഇങ്ങനെ കൂടി സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറഞ്ഞു വെച്ചു. എന്ത് അക്രമമാണെന്ന് നോക്കണേ അവർ നടത്തിയത്. SFI നേതാക്കളാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് പറഞ്ഞപ്പോഴേ സംഗതി പൊളിഞ്ഞില്ലേ? SFI നേതാക്കൾക്ക് ആ സംഘടനയിൽ യാതൊരു റോളുമില്ല ഇപ്പോൾ. SFI, DYFI, CPM എന്നിവയൊക്കെ ഇന്ന് ഈ PFIയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന തീവ്ര സമാധാന സന്നദ്ധ സംഘടനയാണ്. അമീബയെ പോലും ഉപദ്രവിക്കുന്ന കൂട്ടരല്ല അവർ. മാത്രവുമല്ല, സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് കോടതിയുടെ നിരീക്ഷണം ഒട്ടും തന്നെ മനസ്സിലായിട്ടുമില്ല. ജാമ്യം കൊടുത്തതിന് കോടതി പറഞ്ഞ കാരണം എന്താണെന്ന് പിടികിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരിങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു. സിദ്ധാർത്ഥനെ പ്രതികൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുവെന്ന് കരുതാനുള്ള വസ്തുതകൾ ഇല്ലെന്നാണ് കോടതി പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമായിരുന്നു എന്ന് പറഞ്ഞത് സമാധാന വിരോധികളായിട്ടുള്ള നീതി വിരുദ്ധരാണ്. ഈ പോങ്ങൻ പോലും ഒരു നിമിഷം സത്യത്തിൽ SFIയെ സംശയിച്ചു പോയി. മാപ്പ്. എനിക്കിപ്പോൾ അറിയാം, സിദ്ധാർത്ഥൻ കരുതിക്കൂട്ടി ആത്മഹത്യ ചെയ്തതാണ്. അയാൾ ഘോര വർഗീയവാദിയായിട്ടുള്ള ഒരു സംഖ്യയായിരുന്നിരിക്കണം. ഈ നാടിന്റെ സമാധാനം ഇല്ലാതാക്കണമെങ്കിൽ കമ്മിസുടുക്കളെ നശിപ്പിക്കണമെന്ന് ആ ചെറുപ്പക്കാരൻ ഉറച്ചു വിശ്വസിച്ചിരിക്കണം. കമ്മികളും സുടുക്കളുമുള്ള കാലം ഇവിടെ വർഗീയത തുലയുകയേ ഉള്ളൂ, ഫാസിസം തകരുകയേ ഉള്ളൂ.
സമാധാനവും മതസൗഹാർദ്ദവും സമുദായ സഹകരണവുമൊക്കെയായി സകല ജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ കഴിയുന്നത് കമ്മികളും സുഡാപ്പികളും ഇവിടെ ഉള്ളതിനാലാണ്. സിദ്ധാർത്ഥൻ ആ സത്യം തിരിച്ചറിഞ്ഞു കാണണം. തന്നേക്കാളധികം ഫാസിസത്തെയും വർഗീയതയെയും പ്രണയിച്ച സിദ്ധാർത്ഥൻ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ നിന്ന് സ്വയം നഗ്നനായി. പിന്നെ രാപകൽ ഭേദം കൂടാതെ സ്വയം മർദ്ദിച്ചു. സുഡാപ്പികളും കമ്മികളും വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അരുതേ അരുതേ എന്ന് അഭ്യർത്ഥിച്ചു. സിദ്ധാർത്ഥൻ അവരെ നിഷ്കരുണം അവഗണിച്ചു. സ്വന്തം ദാഹത്തെ വെള്ളം കുടിക്കാതെയും സ്വന്തം വിശപ്പിനെ ഭക്ഷണം കഴിക്കാതെയും സ്വന്തം മാനത്തെ ഉടുതുണി ഉരിഞ്ഞും സ്വന്തം ശരീരത്തെ ബെൽറ്റ് കൊണ്ടും മറ്റ് ആയുധങ്ങൾ കൊണ്ടും മർദ്ദിച്ചും സിദ്ധാർത്ഥൻ ആത്മപീഡനം തുടർന്നു. മരിക്കാൻ പാകത്തിന് തളർന്നു എന്ന നിലയെത്തിയപ്പോൾ സിദ്ധാർത്ഥൻ സ്വന്തം ശരീരത്തെ സ്വയം കെട്ടിത്തൂക്കി. പിന്നീട് സ്വസ്ഥമായി നല്ലൊരു മുഹൂർത്തം നോക്കി മരിച്ചു കൊടുത്തു. സിദ്ധാർത്ഥൻ അറിയാമായിരുന്നു തന്റെ ആത്മഹത്യ കമ്മികളുടെയും സുഡാപ്പികളുടെയും തലയിലാകുമെന്ന്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ദിവസങ്ങളായി ഭക്ഷണവും വെള്ളവും കണ്ടിട്ടെന്ന് തന്റെ ആമാശയം ഡോക്ടർമാരോട് പറയുമെന്ന് സിദ്ധാർത്ഥൻ അറിയാമായിരുന്നു. അതുപോലെ തന്റെ ശരീരത്തിലെ മുറിവുകൾ സമാധാനപ്രിയരും മാനവ സ്നേഹികളുമായിട്ടുള്ള കമ്മിസുടുക്കളെ പ്രതിക്കൂട്ടിലാക്കുമെന്നും സിദ്ധാർത്ഥൻ കണക്കുകൂട്ടി. തെളിവുകളെല്ലാം കമ്മിസുടുക്കൾക്ക് എതിരാവുമെന്ന സിദ്ധാർത്ഥന്റെ കണക്കുകൂട്ടലുകളെ പൊളിക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പ് ചെയ്തത്. അല്ലാതെ തെളിവ് നശിപ്പിക്കുകയായിരുന്നില്ല. സർക്കാർ വഴിവിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ തന്നെ അത് നല്ലതിന് മാത്രമാവണം. സത്യം, ധർമ്മം, നീതി, ന്യായം എന്നിവയൊക്കെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നമ്മുടെ അധികാരികൾ എന്തെങ്കിലും ഇടപെടലുകൾ ഈ കേസിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിൻ്റെ സമാധാന സ്വഭാവം സംരക്ഷിക്കാനും മതേതര ബുദ്ധി ഉയർത്തിപ്പിടിക്കാനും വേണ്ടി മാത്രമാവണം. അത് പ്രബുദ്ധരായിട്ടുള്ള കേരള സമൂഹത്തിന് നല്ലോണം അറിയാം, ഈ പോങ്ങന് പ്രത്യേകിച്ചും അറിയാം. എന്തായാലും സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത കുറ്റത്തിന് അകത്തായ തീവ്ര സമാധാനവാദികൾക്ക് ജാമ്യം കിട്ടി. അവർക്കിനി കൂട്ടുകൂടി ഉല്ലസിക്കാം. ആത്മഹത്യ ചെയ്ത സഹപാഠിയെ കൊന്നതിന്റെ ഗർവ് ഊറ്റത്തോടെ പങ്കിടാം. അമ്മയുണ്ടാക്കിയ ആഹാരം രുചിക്കാം. വീട്ടിൽ കിടന്നുറങ്ങാം. അവർക്കിനി എന്തു തന്നെ ആയിക്കൂടാ. സമാധാനം ജയിക്കട്ടെ. സമാധാന പ്രേമികൾക്ക് നിർലോഭം നീതി ലഭിക്കട്ടെ. ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ ജാമ്യം ലഭിച്ച ആദരണീയരായിട്ടുള്ള തീവ്ര സമാധാനവാദികളെ പോങ്ങൻ സിദ്ധാർത്ഥന്റെ ഘാതകർ എന്ന മട്ടിൽ കണ്ടാണ് സംസാരിച്ചത്. എന്നാൽ സംസാരം പുരോഗമിച്ചു വന്നപ്പോൾ പോങ്ങൻ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തുടങ്ങി. അവർ അപാരമായ നിലയിൽ നിരപരാധികളാണ്. സിദ്ധാർത്ഥന്റെ തന്ത്രത്തിനു മുന്നിൽ കുടുങ്ങിയതുവഴി പ്രതികളായി പോയ സാധുക്കൾ തീവ്ര സമാധാനവാദികളാണ്. അവർ ഉഗ്ര മനുഷ്യസ്നേഹികളാണ്. ഘോര മതേതര ബുദ്ധരാണ്. അവരെ തെറ്റുകാരായി ചിത്രീകരിക്കാൻ ശ്രമിച്ച പോങ്ങന് മാപ്പ് തരിക. നീതി ജയിക്കട്ടെ, സത്യം വിളങ്ങട്ടെ. പോങ്ങൻ മാപ്പ് തരിക.